ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. കേരളത്തിൽ നടന്ന സമരങ്ങളും സത്യാഗ്രഹങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം? പയ്യന്നൂരായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. പയ്യന്നൂർ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചില്ലേ? ആ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 32 പേരാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തത്. അതുപോലെ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? പാലക്കാട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനായിരുന്നു കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ ഉടനീളം ആലപിച്ച ഗാനം ഏതാണ്? വരിക സഹചരേ എന്ന ഗാനമാണ് ആലപിച്ചിരുന്നത്. ഈ ഗാനം ആരെഴുതിയതാണ്? അംശി നാരായണപിള്ള എഴുതിയ ഗാനമാണ് വരിക സഹചരേ എന്ന ഗാനം. ഇനി കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം മൊയ്യാരത്ത് ശങ്കരനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നു അല്ലേ? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നാണ് മൊയ്യാരത്ത് ശങ്കരൻ അറിയപ്പെടുന്നത്. ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 23, അതായത് 10 ദിവസം ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉപ്പ് നിയമം ലംഘിക്കുന്നത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട വ്യക്തി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസം 43 ദിവസത്തെ നിരാഹാരം ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടിയാണ് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി. ഓക്കെ. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. എവിടെയാണ് ഉളിയത്ത് കടവ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ നയിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ
വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്? ഇനി ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരായി, ഏതിനെതിരായാണ്? അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി വൈക്കം സത്യാഗ്രഹം എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. കൊല്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഇനി അവസാനിച്ചത് എന്നാണ്? 1925 നവംബർ 23 അവസാനിപ്പിച്ചത്. അപ്പോൾ എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അല്ലേ. 1924 തുടങ്ങിയത്, 1925 അവസാനിപ്പിച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ അല്ലേ. ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി. ഇനി അവസാനിക്കുമ്പോൾ ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. നീണ്ടു നിന്നത് 603 ദിവസം. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? പ്രധാന നേതാക്കൾ ആരായിരുന്നു? ടി കെ മാധവൻ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടി കെ മാധവനും കെ പി കേശവമേനോനുമായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. ടി കെ മാധവനും കെ പി കേശവമേനോനും. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ഇഴവ, പുലയ, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ സത്യാഗ്രഹം ആരംഭിച്ചത്. അവരാരൊക്കെയായിരുന്നു? അവരുടെ പേരുകൾ എന്തായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ തുടങ്ങിയവർ കൂടിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഇനി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ഒരു ദേശീയ നേതാവ് ഉണ്ടായിരുന്നു. ദേശീയ നേതാവ് ആരാണ്? ദേശീയ നേതാവ് ആചാര്യ ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം സന്ദർശിച്ച ദേശീയ നേതാവ്. ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വൈക്കത്താണ്. ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നത് വൈക്കത്താണ്. ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്. വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ. ഇനി വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെട്ടിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയായ പ്രസ്താവനയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം? അല്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം നടത്തിയത്. 1924 വൈക്കം സത്യാഗ്രഹം നടത്തിയത്. അപ്പോൾ ഏതാണ്? 1, 2, 3 എന്നിവയാണ് ശരി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരിയാണ്, 4 തെറ്റുമാണ്.
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. അതെ, ഇത് ശരിയായ പ്രസ്താവനയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയത്. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിലായിരുന്നു. ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ടി.കെ. മാധവനാണ്. എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. തെറ്റായ പ്രസ്താവനയാണ്. എ.കെ. ഗോപാലൻ ഏതിൻ്റെ ആയിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ.കെ. ഗോപാലൻ. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. മനത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. അത് ശരിയായ പ്രസ്താവന. അപ്പോൾ 1, 2, 4 ശരിയായ പ്രസ്താവന. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ? സവർണ ജാഥ, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു അല്ലേ? 1925 നവംബർ 23 സത്യാഗ്രഹം അവസാനിച്ചത്. എത്ര ദിവസമായിരുന്നു? 603 ദിവസമാണ് നീണ്ടു നിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി? റാണി സേതു ലക്ഷ്മിബായ്. റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. എ.ജി. വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതേതാണ് ശരിയായ പ്രസ്താവന? ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ശരിയായത്? 1, 2 ശരിയായ പ്രസ്താവന. ഡി ആണ് ശരിയായ ഉത്തരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? സവർണ ജാഥ. മനത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥയാണ് ഒരു പ്രധാന സംഭവം. ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വൈക്കം ഹീറോ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്നത്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് അല്ലേ? വർഷം ഏതാണ്? 1924. അത് ഓർത്ത് വയ്ക്കണം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണ് അല്ലേ? മന്നത്ത് പത്മനാഭനായിരുന്നു അധ്യക്ഷൻ. ഏത് സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ? മന്നത്ത് പത്മനാഭൻ. കെ കേളപ്പനായിരുന്നു സെക്രട്ടറി. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര ജാഥ പുറപ്പെട്ടു. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 3 ശരിയായ പ്രസ്താവനകൾ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അല്ലേ? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഇനി സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? KPCC കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം. ഇനി ഏത് സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത്? വടകര സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്? കെ കേളപ്പനാണ് പ്രധാന നേതാവ്. ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ നേതാവ്, കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അതാരാണ്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പത്മനാഭൻ.
മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. ഇനി വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? കെ കേളപ്പൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. പിന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെ 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇനി ക്യാമ്പയിൻ്റെ ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ അല്ലേ, ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ക്യാമ്പയിൻ ക്യാപ്റ്റനായിരുന്നു സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കേരളത്തിൽ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടിരുന്നതും ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. ക്യാമ്പയിൻ്റെ ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കേരളത്തിൽ പാടുന്ന പടവാൾ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരായിരുന്നു? പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്ന താലൂക്ക് ഏതായിരുന്നു? പൊന്നാനി താലൂക്കിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരത്തിനുള്ള കാരണം എന്താണ്? സർ സി പി രാമസ്വാമി അയ്യർ അല്ലേ, സി പി രാമസ്വാമി അയ്യർ ഇദ്ദേഹം തിരുവിതാംകൂർ ദിവാനായിരിക്കുമ്പോൾ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. ഇതിനെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂർ ദിവാൻ. പുന്നപ്ര വയലാർ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യറായിരുന്നു. ഇദ്ദേഹം ദിവാനായിരിക്കുമ്പോൾ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. അതിനെ എതിർത്താണ് പുന്നപ്ര വയലാർ സമരമുണ്ടായത്. ഇനി പുന്നപ്ര വയലാർ എന്ന് പറയുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? പുന്നപ്ര വയലാർ എന്നീ പറയുന്ന സ്ഥലങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ് പുന്നപ്ര വയലാർ എന്നീ പറയുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അതാണ് മുദ്രാവാക്യം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരുന്നു ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യം. ഇനി ഈ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി 2 നോവൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ നോവൽ നമുക്ക് നോക്കാം. ആരാണ് എഴുതിയത്? പി കേശവദേവ് എഴുതിയ നോവൽ ഏതാണ്? ഉലയ്ക്ക. പിന്നെ ആരാണ് എഴുതിയത്? തകഴി ശിവശങ്കരപ്പിള്ള. ഇദ്ദേഹത്തിൻ്റെ നോവൽ ഏതാണ്? തലയോട്. എന്നീ 2 നോവലുകളുടെ പശ്ചാത്തലം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം. ഓക്കെ. ഇനി ഇതിനെ തുടർന്ന് സി പി രാമസ്വാമി അയ്യറെ വധിക്കാൻ ശ്രമിച്ച ബ്രാഹ്മണൻ ആരാണ്? ബ്രാഹ്മണ യുവാവ് കെ സി എസ് മണി എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവ് സി പി രാമസ്വാമി അയ്യറെ വധിക്കാൻ ശ്രമിച്ചു. മുദ്രാവാക്യം എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? 4 പേരുണ്ട്. അതെ, കെ ശങ്കരനാരായണൻ തമ്പി, ടി വി തോമസ്, പത്രോസ്, സുഗതൻ. ചോദിക്കാറില്ല, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ആരൊക്കെയാണ്? കെ ശങ്കരനാരായണൻ തമ്പി, ടി വി തോമസ്, പത്രോസ്,
സുഗതൻ എന്നിവരാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതാക്കൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. ശരിയായ പ്രസ്താവനയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ നിയമിച്ചു. അതും ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. എന്താണ് കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം? പൂക്കോട്ടൂർ കലാപം. അതായത് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ അറസ്റ്റ്. വടക്കേ വീട്ടിൽ മുഹമ്മദ് ഖിലാഫത്ത് സെക്രട്ടറി ആയിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ആൾ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ അറസ്റ്റാണ് പെട്ടെന്നുണ്ടായ മാപ്പിള കലാപത്തിനുണ്ടായ കാരണം. അപ്പോൾ നമുക്ക് നോക്കാം, എന്നാണ് മാപ്പിള കലാപങ്ങൾ ആരംഭിച്ചത്? അതായത് മലബാർ കലാപം ആരംഭിച്ചത് 1921 എന്താണ് മാപ്പിള ലഹളയുടെ കാരണം എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായത് എന്താണ്? പൂക്കോട്ടൂർ കലാപമുണ്ടായി. പൂക്കോട്ടൂർ കലാപമാണ് മാപ്പിള ലഹളയുടെ പെട്ടെന്നുണ്ടായ കാരണം. ഇനി മാപ്പിള ലഹളയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ് മാപ്പിള ലഹളയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. മാപ്പിള കലാപത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസലിയാർ. ഈ അലി മുസലിയാറിൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് മാപ്പിള ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്നു. അലി മുസലിയാറിൻ്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വന്നത്. ഇനി മാപ്പിള കലാപത്തിനെ അതിനെ പശ്ചാത്തലമാക്കി ഉണ്ടായ നോവലുകൾ ഏതൊക്കെയാണ്? കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയും, പിന്നെ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയുടെയും പശ്ചാത്തലം ഏതാണ്? മലബാർ കലാപമാണ്. ഈ രണ്ട് കൃതികളുടെയും പശ്ചാത്തലം മലബാർ കലാപമാണ്. ഇനി മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാരാണ്? മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാരാണ്? കെ മാധവൻ നായർ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാരാണ്? കമ്മത്ത് ചിന്നമ്മയാണ് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുപ്രസിദ്ധമായ സംഭവം അല്ലെങ്കിൽ ദുരന്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? വാഗൺ ട്രാജഡിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം. എന്നാണ് വാഗൺ ട്രാജഡി നടന്നത്? 1921 നവംബർ 20. 1921 നവംബർ 20 വാഗൺ ട്രാജഡി നടന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരം അല്ലേ? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ചാനാർ ലഹള അല്ലേ? മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. എവിടെയാണ് നടന്നത്? തിരുവിതാംകൂറിലാണ് ചാനാർ ലഹള നടന്നത്. വർഷം 1859. ഇനി
അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാറുമറയ്ക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആരാണ്? തലക്കൽ ചന്തു. തലക്കൽ ചന്തു ആണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്. തലക്കൽ ചന്തു. അദ്ദേഹം ആരാണ്? കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിനെ സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു ആ നിവേദനം? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ. എന്താണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെടാൻ കാരണം? തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം, അല്ലേ? അഭ്യസ്തവിദ്യരായ തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? CV രാമൻ പിള്ള. CV രാമൻ പിള്ളയാണ് എഴുതി തയ്യാറാക്കിയത്. ഇനി ഇതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക്. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? GP പിള്ള. GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇനി മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. എന്നാണ് സമർപ്പിച്ചത്? 1891 ജനുവരി 1-ാം തീയതി. 1891 ജനുവരി 1-ാം തീയതിയാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരായിരുന്നു? KP ശങ്കരമേനോൻ. KP ശങ്കരമേനോനായിരുന്നു ആദ്യമായി മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. ഇനി മൂന്നാമതായി ആരാണ് ഒപ്പുവെച്ചത്? മൂന്നാമതായി ഡോക്ടർ പൽപ്പു ആണ് മൂന്നാമതായി ഒപ്പുവെച്ചത്. ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവുമായിരുന്നു മൂന്നാമതായി ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ ആയിരുന്നു നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ. ഇനി മലയാളി മെമ്മോറിയലിന് എതിരായിട്ട് ഒരു മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. അതെന്നായിരുന്നു സമർപ്പിച്ചത്? എതിർ മെമ്മോറിയൽ. അതറിയപ്പെടുന്നത് എന്താണ്? എതിർ മെമ്മോറിയൽ. അതെന്നാണ് സമർപ്പിച്ചത്? 1891 ജൂൺ 3-നാണ് സമർപ്പിച്ചത്. എതിർ മെമ്മോറിയലിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? E. രാമ അയ്യർ, രാമനാഥൻ റാവു. എതിർ മെമ്മോറിയൽ സമർപ്പിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1891 ജൂൺ 3-നാണ് എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച ഡേറ്റ് 1891 ജനുവരി 1. ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിനെ. തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ആശയം ആരാണ് ഉണ്ടാക്കിയത്? ബാരിസ്റ്റർ GP പിള്ളയാണ് ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. രണ്ടാം ഇഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ 1900 സമർപ്പിച്ചത്. ഇനി ഒന്നാം ഇഴവ മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത്? 1896 സെപ്റ്റംബർ 3-ന്. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന്.
തിരുനാളിനാണ് ഒന്നാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഒന്നാം ഇഴവ മെമ്മോറിയലിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? തിരുവിതാംകൂർ ഇഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ, ആർക്കാണ്? ഇഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചതാണ് ഏത്? ഒന്നാം ഇഴവ മെമ്മോറിയൽ. ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് അല്ലേ? ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബയ്യ. ശങ്കര സുബയ്യയായിരുന്നു ദിവാൻ. ഇഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ്? 13,176 പേരാണ് ഇഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. ഇനി രണ്ടാം ഇഴവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു തന്നെയായിരുന്നു. ഇഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. ഒന്നാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിനാണ്. രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1900. ആർക്കാണ് സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ. കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നേതാവാണ്. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക്. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ. ഏതിനാണ്? കീഴാരിയൂർ ബോംബ് കേസ്. കീഴാരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ KB മേനോൻ. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28-നാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്നത് എന്തിനായിരുന്നു? കർഷക സംഘങ്ങൾ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ്. ജന്മിത്വത്തിന് എതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ് അല്ലേ? കാസർഗോഡാണ് ജില്ല. കാസർഗോഡ് ഏത് താലൂക്കാണ്? ഹോസ്ദുർഗ് താലൂക്ക്. കാസർഗോഡിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? കരിയങ്കോട് നദി. കരിയങ്കോട് നദി. ഈ നദിയെ മറ്റൊരു പേരുണ്ട് തേജസ്വിനി നദി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. തേജസ്വിനി നദി. കരിയങ്കോട്ട് നദീതീരത്താണ് കയ്യൂർ സമരം നടന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ വെച്ചായിരുന്നു. ഇനി കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ആരാണ്? EK നയനാറാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി. ഇനി സമരക്കാരിൽ നിന്നുള്ള അക്രമത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ എന്ന് പറയുന്നുണ്ട്. പുഴയിൽ ചാടി മരിച്ചതാണെന്നും കയ്യൂർ സമരത്തിൽ വധിക്കപ്പെട്ടതാണെന്നും പറയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ പേരാണ് സുബരായർ എന്ന പോലീസുകാരനാണ് കയ്യൂർ സമരത്തിൽ മരിച്ചത്. ഇനി കയ്യൂർ സമര ചരിത്രം എന്ന കൃതി. കയ്യൂർ സമര ചരിത്രം, അതുപോലെ കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതിയും എഴുതിയത് ആരാണ്? കയ്യൂർ സമരചരിത്രം കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി എഴുതിയത് VV കുഞ്ഞമ്പുവാണ്. VV കുഞ്ഞമ്പുവാണ് ഈ രണ്ട് കൃതികളും എഴുതിയിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് 1936. എന്താണ് കാരണം? തൃശ്ശൂരിൽ വിദ്യുശക്തി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക്
ഷൺമുഖം ചെട്ടിക്കെതിരായിട്ടാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. ഏതാണ്? കൊല്ലം 1936 തൃശ്ശൂരിലാണ്. വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകി. ആരാണ്? തൃശ്ശൂരിലെ ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടിയാണ് അതിന് അനുവാദം നൽകിയത്. ഇതിനെതിരായിട്ടാണ് നടന്ന പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ക്രിസ്ത്യാനികൾ പങ്കെടുത്ത സമരമാണ്. ക്രിസ്ത്യാനികൾ പങ്കെടുത്ത സമരം ഏതാണ്? വൈദ്യുതി പ്രക്ഷോഭം. ഇനി വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? എ ആർ മേനോൻ, ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി. എ ആർ മേനോൻ, ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി എന്നിവരാണ് ഈ വൈദ്യുതി പ്രക്ഷോഭത്തിൻ്റെ നേതാക്കൾ.